രോഗസൗഖ്യം, അതിലെ കർത്താവ് രോഗസൗഖ്യത്തൊക്കെ പറയണതിൻ്റെ കാര്യം അതാ. അതെന്തുകൊണ്ടാണ് ആ സമയത്ത് മുൾക്കിരീടത്തിൻ്റെ പകുതി കാണുകയും ഓരോ മുള്ളിൽ നിന്നും നല്ല രത്നക്കല്ല് പോലുള്ള തിളങ്ങണ ചുവന്ന ബിന്ദുക്കൾ താഴേക്ക് ഇറ്റ് വീഴുകയും ചെയ്യണത് എന്താ? അത് ചങ്ങല പൊട്ടുകയാണ്. എന്താ കാര്യം? പാപം മോചിക്കപ്പെടുന്നു. ഒന്ന്. രണ്ടാമത്തെ പാപബോധം തരുന്നു. പിന്നെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിച്ച ദൈവം എന്താ ചെയ്യണത്? ശക്തീകരിച്ചിരിക്കും. എന്തിനാണ് ദൈവം വിശുദ്ധീകരിക്കണത്? പാത്രം കഴുകി എന്തിനാണ് വെക്കണത്? ഭക്ഷണം വിളമ്പാനല്ലേ? ഉറപ്പല്ലേ? വിശുദ്ധീകരിക്കണത് എന്തിനാണ്? ദൈവം ശക്തീകരിക്കാൻ. ശക്തീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മേഖലകളിൽ നമുക്ക് ദൈവത്തെ കിട്ടുന്നത് ശക്തിയുടെ രൂപത്തിലാണ്. എന്നിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്കത് പഠനമായിട്ടും വിജയമായിട്ടും ജോലിയായിട്ടും അങ്ങനെ വീടായിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ബലഹീനമായ സാഹചര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം കേട്ടത്, 28 കൊല്ലക്കാർക്ക് പട്ടയമില്ല, പുറമ്പോക്കി താമസിക്കുന്ന കക്ഷി 28 കൊല്ലമായിട്ട് പട്ടയമില്ല, അവർ പുറമ്പോക്കി താമസിക്കുകയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ വന്നപ്പോൾ എന്നാ പറ്റുമെന്ന് അറിയാമോ? എല്ലാവർക്കും ഒരു പുതിയ പ്രത്യാശ കൊടുക്കാൻ തുടങ്ങി. അവർ തോന്നി ഉടമ്പടി എടുത്ത അമ്മമാതാവ് പട്ടയം തരും എന്ന് വിചാരിച്ചു. കാര്യം സാക്ഷ്യങ്ങളാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പ്രത്യാശ വരും. ദൈവം നമ്മുടെ കൂടെ വിരിക്കുന്നു എന്നല്ലേ. നമ്മുടെ സക്കറിയാൻ്റെ വിശുദ്ധ നമ്മുടെ യോഹന്നാമാന്താൻ്റെ അപ്പം സക്കറിയായില്ലേ, സക്കറിയ പുരോഹിതൻ, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണ ഒരു കാര്യമുണ്ട്. എന്താ? വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:68 ഏറ്റു പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ സന്ദർശനം എന്ന് പറഞ്ഞ് വെറുതെ വന്ന് പോകുകയല്ല. എന്താ ചെയ്യണത്? രക്ഷിക്കാനാണ് സന്ദർശനം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സന്ദർശനം ഉള്ളത്. സന്ദർശനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ സഞ്ചാരി മാതാവിൻ്റെ സത്യാനുഭവം ഉണ്ടാകാൻ കാരണങ്ങളിലൊന്ന് ഈ വാഗ്ദാന പ്രകാരമാണ്. പണ്ട് മാലാഖമാരെ ദൈവം വിട്ടതിന് പകരം ഇന്നും അമ്മയല്ലേ വരണത് ലോകം മുഴുവനും, അല്ലേ? ഇപ്പം മാലാഖമാർ വരുന്നില്ലല്ലോ. അതിന് ലൂർദിലും ഫാത്തിമയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃപാസനത്തിൽ ഉൾപ്പെടെ ആരാണ് ബൈപ്പേഴ്സ് വരണത്? ആരാണ്? അമ്മയാണ്. അമ്മ വരാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷയായിട്ട് അവർ വരികയാണ്. സന്ദർശനമാണത്. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷകനായ എൻ്റെ ദൈവമേ, രക്ഷകനായ എൻ്റെ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അമ്മയുടെ ഇടപെടലുകളും വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:68 പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സന്ദർശനമായി തിരിച്ചറിയാൻ എഫേസ്യ ലേഖനം 1:18 അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ, അങ്ങ് പ്രകാശിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനുണ്ടിവിടെ ആരാധിച്ചിടാം. കൈവീശിക്കൊണ്ട് കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനുണ്ടിവിടെ ആരാധിച്ചിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറമ്പോക്കിൽ 28 വർഷമായി താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് UA നമ്പർ പോലും കിട്ടത്തില്ല, ചിലപ്പോൾ റേഷൻ കാർഡ് പോലും കിട്ടത്തില്ല.
ചില വെള്ളംപുറത്ത് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെയും പാർട്ടിക്കാരുടെയൊക്കെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില രേഖകൾ കിട്ടും. പക്ഷേ അപ്പോഴും പട്ടയം കിട്ടത്തില്ല. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ്റെയൊക്കെ പീടി കൊടുക്കുന്നില്ലേ, അപ്പോൾ അതിന് കിട്ടണമെങ്കിൽ പട്ടയം വേണ്ടേ? അപ്പോൾ എല്ലാവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി അവിടെ അടുത്തുള്ളവർക്കൊക്കെ കിട്ടും. പക്ഷേ ഇവർക്ക് പട്ടയമില്ലാത്ത കൊണ്ട് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് പിന്നെയുള്ള ആശ്രയം എന്താണ്? അവരുടനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. 28 കൊല്ലം ഇങ്ങനെ കണ്ണീരിൽ കിടക്കുന്ന ഒരു ജനം പെട്ടെന്ന് അവരുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സഞ്ചാരി മാതാവ് ഉടമ്പടി വരുന്നൊരു വിഷയം പ്രസൻസാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് ഈ 32ാമത്തെ സങ്കീർത്തനമില്ലേ, 8ാമത്തെ തിരുവചനം എന്താ പറയണത്? നീ നടക്കേണ്ട വഴി പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. എൻ്റെ ദൈവത്തിലെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ്, ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർ രക്ഷപ്പെടുന്നൊരു വചനമാണിത്. എന്താണ് ഈ 32:8 സങ്കീർത്തനം? എന്താണ്? നീ നടക്കേണ്ട വഴി പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? നിന്റെ മുമ്പിലല്ലേ? നിന്നോട് മുഖാമുഖം കർത്താവ് നിന്നോട് മുഖാമുഖം അടുത്ത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യല്ലേ? നീ ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. ഉടമ്പടി മനുഷ്യനിർമ്മിതമല്ലല്ലോ. അതിൻ്റെ സോൾ ആൻഡ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആരാണ്? ദൈവം മുൻകൈ എടുത്ത് ചെയ്ത കാര്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു നൊവേന, അത് ഒരു ഹ്യൂമൻ ഇനിഷ്യേറ്റീവാണ്. ആരോ നല്ല ഭക്തന്മാർ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. പക്ഷേ ഉടമ്പടി ദൈവം തൻ്റെ ജനത്തെ സഹായിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ദൈവിക പദ്ധതിയാണ്. അതാണ് വിഷയം വരുന്നത്. ഈ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതൊരു ഡിവൈൻ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ഉടമ്പടി തന്നെ ആദവുമായിട്ട് ചെയ്യണതാണ്. ഉടമ്പടിക്ക് എപ്പോഴും 2 ഭാഗങ്ങളുണ്ടാവും. എന്താണ്? നിബന്ധന ഉണ്ടാവും, ദൈവത്തിൻ്റെ നിബന്ധന ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാഗ്ദാനം ഉണ്ടാവും. നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് നിബന്ധന ഉണ്ടെന്ന് പറയും. എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം പറിക്കരുത്. പറിക്കാത്തതല്ല പ്രശ്നം, ദൈവത്തിൻ്റെ വാക്കാണ് പ്രശ്നം അവിടെ. അതായത് നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നുള്ളതല്ല പ്രശ്നം, അതോടുകൂടി ദൈവത്തിനെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് വിഷയം. എല്ലാവരും പാപം ചെയ്യുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മളെ കേന്ദ്രീകരിച്ചാണ് പറയണത്. അല്ല, ഒരു പാപത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കും? എന്താണ്? ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകുന്നു. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിനെ പുത്തൻ തമ്പുരാൻ്റെ കാലത്ത് മാറ്റമില്ലല്ലോ. പിതാവായ ദൈവം എന്ത് പറഞ്ഞു അത് തന്നെയാണ് പുത്തൻ തമ്പുരാൻ പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു. അപ്പം കൽപ്പനയല്ല പ്രശ്നം. കർത്താവിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖ കരിഞ്ഞു പോണതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം ഈ കൽപ്പനകൾ നൽകുന്നത്. അപ്പോഴും ഓർക്കണം. എന്തിനാണ്? നിത്യമായിട്ട് തൈത്തിട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി അങ്ങയുടെ വചനത്തോട് അത് പാലിച്ചുകൊണ്ട് ഐക്യപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം സാക്ഷീകരിക്കാനുള്ള പ്രത്യേക ഉൾക്കാഴ്ചകൾ നൽകണമേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇത് അച്ഛനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പ്രാർത്ഥിക്കാം, പക്ഷേ കഥയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് എപ്പോഴും പറയും കേൾക്കാൻ ചെവിയുള്ളവൻ. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ചെവി ഇല്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിപ്പോൾ 13:9 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം നമുക്ക് ഈ ചെവി കൊണ്ട്, ഈ കോളാമ്പി കൊണ്ട് വലിയ കഥയൊന്നും ഇല്ലെന്നാണ് പറയണത്. വചനം കേൾക്കാൻ ഈ സാധനം പോരാ. കർത്താവ് പറയണത് ആന്തരിക അഭിഷേകമാണ്.
വചനം ശ്രവിക്കാനുള്ള ആന്തരിക അഭിഷേകം. അതുകൊണ്ടാണ് വചനം ശ്രവിക്കാൻ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മണിക്കൂറോളം ഇരുന്നുണ്ട് വചനം കേൾക്കുകയും വായിക്കുകയും വചനം കേൾക്കുമ്പോൾ തുള്ളിച്ചാടുകയും കുതിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് തന്നെ പുതിയ അപ്പോൾ ആ സംവേദനമായല്ലോ, അപ്പോൾ പുതിയ വഴികൾ തിരിഞ്ഞു കിട്ടാം, പുതിയ വഴികൾ. ഇപ്പോൾ ഈ ഉടമ്പടി, ഈ പട്ടയക്കാരത്തേക്ക് എന്താ പ്രശ്നം? അവർ ഉടമ്പടി എടുത്ത് അവരെന്ത് ശുദ്ധമായ ഒരു നല്ല സ്ത്രീയാണെന്ന് നോക്കിയേ. അല്ലെങ്കിൽ അവർ കിട്ടുമായിരിക്കും അല്ലേ? 18 കൊല്ലം കിട്ടാത്ത 28 കൊല്ലം കിട്ടാത്ത പട്ടയ ഉടമ്പടിപ്പ് എവിടുന്ന് കിട്ടാനാണ് എന്ന് വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അവർ ചിന്തിക്കും. പക്ഷേ അവർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ വിശ്വാസമാണുള്ളത്. അവരെ ചിന്തിച്ച മാതാവ് തരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അതെന്താണ്? അത് ഈ 32:8 നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അവർക്കൊരു ഉപദേശം കിട്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, വീട്ടിൽ ചെന്നപ്പോഴും. മകളെ, നീ ഇത് ആഗ്രഹിക്കുന്ന പറഞ്ഞ സത്യമാണ്, പക്ഷേ നീ അപേക്ഷ കൊടുത്താ, രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വെള്ള പേപ്പർ എഴുതി. അത് ആരും പറഞ്ഞില്ല, അവിടെ മനസ്സിൽ അമ്മ തോന്നിക്കണതാണ്. രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. രാവിലെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. ഒരു കാര്യമില്ല, ഞങ്ങളവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പട്ടയം തന്നെ. ആ ഒരു വിഷയം വില്ലേജ് ഓഫീസറിന് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. റവന്യൂ ഓഫീസറിനൊക്കെ പോട്ടെ, പിന്നെ അത് രാഷ്ട്രീയ തീരുമാനം വന്നം, പഞ്ചായത്തിൽ വെക്കണം, അങ്ങനെ കുറേ എന്തെല്ലാം നൂലാമാലകൾ പറയണമെങ്കിൽ പറയാം. പക്ഷെ മാതാവ് ഒന്നും പറയിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നാക്കും കെട്ടും കൈയും കെട്ടും. കൈ അഴിക്കുക മാത്രമല്ല, കൈ തിരിച്ച് കെട്ടുകയും ചെയ്യും. അത് ഈ വചനത്തിൻ്റെ ഒരു റിവേഴ്സാണ്. അതായത് പണിതുയർത്താനും ഇടിച്ച് തകർക്കാനും ഞാൻ നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു. തിരിച്ചു തിരിയും. അപ്പോൾ ഇവരുടെ കൈയും കാലും കെട്ടി 24 മണിക്കൂറിൽ ഈ മനുഷ്യനെ എഴുതി കൊടുക്കും പട്ടയം. കൈ ഇടിച്ച് കർത്താനും എന്താ ഇങ്ങനെ ശ്രദ്ധിക്കണ വെച്ചാൽ, അതായത് നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തത്തില്ലേ, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ഈ മൂവ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ നമ്മൾക്കത് അറിയത്തില്ല. ദൈവം CCTV ക്യാമറയാണെന്ന് പറയുകയല്ല, ഒരു 10ൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയാണ്. കാര്യം ഈ ടീച്ചറില്ലേ, നമ്മൾ പറഞ്ഞ ആ ടീച്ചർ പറയുന്ന റിബി ചാലക്കുടി നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം ആലപ്പുഴയ്ക്ക്. അവിടെ പ്രശ്നം എന്താ? അവിടെ പ്രശ്നം വെച്ചാൽ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അവർക്ക് സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവിടെ ഏജ് ഓവർ ഇനി അവർക്ക് എഴുതിയെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണം, ഭക്ഷണം കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ മുമ്പിലുള്ളൊരു വഴി എന്താണ്? ഉടമ്പടി, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക. അവർ ആലപ്പുഴയിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അപ്പം നിങ്ങൾ നീ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ദൈവനിരീക്ഷണത്തിലാവും. നിങ്ങൾ ഓർക്കരുത് നിങ്ങൾ പോകുന്നതും നടക്കുന്നതും ഒന്നും ആരും കാണുന്നില്ലെന്ന്, നിങ്ങളുടെ മനസ്സറിയുന്നില്ലെന്ന് ഓർക്കരുത്. കാര്യം 39-ാം സങ്കീർത്തനം അത് തന്നെയാണ് പറയണത്. എന്താ പറയണത്? നീ നടക്കുന്ന സ്തുതിക്ക മക്കളെ, സ്തുതിക്കട്ടെ മക്കളെ. സങ്കീർത്തനം 139 വായിച്ചോളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം. 139-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. 139-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ കർത്താവേ, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഉറപ്പായില്ലേ? അപ്പോൾ നമ്മൾ ഒരു ഇൻസ്പെക്ഷനിലൂടെയാണ് പോണത്. ദൈവം നിന്നെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. നിൻ്റെ ഒരു മൂവ്മെൻ്റ് എല്ലാം ഇൻസ്പെക്ഷനാണ്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നിനക്ക് ജപ്തി നടപടി വരാൻ പോകുന്ന കാര്യം കർത്താവ് അറിയുന്നു. നീ അതിനായി കണ്ണീരിട്ടിരിക്കണമെന്ന് കർത്താവ് അറിയാം.
നിൻ്റെ ഷോപ്പിൽ കച്ചവടമില്ല, കർത്താവിനറിയാം. നിൻ്റെ ഷോപ്പ് വാടകക്കാരന് കൊടുത്തിട്ട് അവൻ ഒഴിയണമില്ല, നമുക്ക് വാങ്ങിക്കാനും പറ്റണില്ല, കർത്താവിനറിയാം. നിൻ്റെ മൂവ്മെൻറ്റ്സുകളെ ഞാൻ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ക്ലിയർ അല്ലേ? പക്ഷേ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്താ പ്രശ്നം എന്ന് പറയാം മക്കളെ? നമ്മൾ ഈ വചനം ഇപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ വിഷയവും അതായത് നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന വിഷയം പോലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിസ്സാരമെന്നോ സീരിയസ് ഒന്നോ ഇല്ല. എല്ലാത്തിനും അതിൻ്റെ ഒരേ റേഞ്ചാണ്. ഞാൻ ഇന്ന് വരെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ വിഷയം ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം നോക്കുന്നു, ദൈവത്തിന് ഇതിനൊരു ഉത്തരമുണ്ട്. കാരണം ഞാനിതുകൊണ്ട് നിങ്ങൾ 8 നടപടിയുടെ പ്രമാണം മേടിച്ച് മുട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കണത്, പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കണത്, എനിക്കറിയാം ദൈവത്തിനൊരു ഉത്തരം ഈ വിഷയത്തിലുണ്ടെന്ന്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല, ഞാൻ ഇനി എന്ത് ചെയ്യാനെന്ന് അറിയാൻ പാടില്ലെന്ന് നിങ്ങൾ പറയണം. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ദൈവതിരുസന്നിധിയിലുണ്ട്. ചില സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ് പറയും, ഇത് പോകും കേട്ടാ, പക്ഷേ നീ വെയിറ്റ് ചെയ്യണം, നിന്നെ കുഞ്ഞുങ്ങളെയും ഇതിനേക്കാൾ നല്ല ഭവനത്തിൽ കർത്താവ് പൊറപ്പിക്കും. അത് മാതാവ് സാക്ഷി എന്ന് പറയും. അതെന്താ കാര്യം? അത് നമുക്കവിടെ അമ്മയുടെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സൈനുണ്ട്. ആ സൈൻ വെച്ച് ഞാൻ ആൾക്കോട്, പക്ഷേ എനിക്കെപ്പോഴും ഉള്ള ഒരു സങ്കടമുണ്ട്. കാര്യം ഞാനിത് പറയണത് അത്യാഘാതത്തോടെ പറയണത്, പക്ഷേ ഇവരിത് കേൾക്കണത് ഡെഡ് ബോഡി പോലെ കേൾക്കണത്. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ അർഹതയില്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു മിനിമം ദൈവസ്നേഹം വേണം, മിനിമം വിശ്വാസം വേണം, ഇതിനൊക്കെ വലിയൊരു സഹായം നിങ്ങൾക്ക് വേണം. അത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാറില്ല. വിശ്വസ്തത എന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തെ പോലെ തന്നെ വിശ്വാസത്തെ പോലെ തന്നെ വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ നമ്മളും വിശ്വസ്തരാണെങ്കിലേ ദൈവം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കും. ഇതാണ് ഉടമ്പടി പെട്ടെന്ന് നടക്കാനുള്ള കാര്യം. എൻ്റെ മക്കൾ അച്ഛൻ പറഞ്ഞത് കേൾക്കണം, ദൈവവാക്യം പോലെ കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിപാടിൻ്റെ സമയമാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ സാക്ഷികൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം, ചിലപ്പോൾ കള്ളസാക്ഷികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വക്കീൽ കൂറുമാറി മറുപക്ഷം ചേർന്ന് വരാം. ഇങ്ങനെയൊക്കെ വന്നാലും വിശ്വാസി പതറത്തില്ല. എന്താ കാര്യം? എൻ്റെ വക്കീൽ എൻ്റെ മാതാവാണെന്ന് പറയും. അതാണ്. അല്ലാത്തൊരു അയ്യോ വക്കീൽ കാര്യം മാറുമോ, അതിന് അയാൾക്ക് ആൾക്കാർ നമുക്ക് പൈസ ഇല്ല, അവർക്ക് പൈസ ഉണ്ട്, അത് കാരണം അവർ പൈസ എറിയും, അത് ആരെയും കയറി വലവീശി പിടിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷൻ എത്തിസിനേക്കാൾ ഉപരി അവരുടെ പ്രൊഫഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവരെന്ത് കോംപ്രമൈസിനും, ഒരു ബ്ലാക്ക് കോംപ്രമൈസിനൊക്കെ അവർ തയ്യാറാകും. എല്ലാ വക്കീൽമാരും അല്ല, ചില വക്കീൽമാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വക്കീൽമാരുടെ ഉണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ചില വക്കീൽമാർ, കാര്യം ഞാൻ ഈ കോടതിയും കേസൊക്കെ കുറേ നടക്കണമാണ്, ഇപ്പോഴും ഉണ്ട് കോടതി കേസൊക്കെ. ആർക്കും വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ പോയി എന്തെങ്കിലും കയ്യാങ്ങൾ കാണിച്ചിട്ടല്ല, ജനത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങാണ്, അവകാശ പോരാട്ടം. അത് വേറൊരു വിഷയം. അപ്പം ഞാൻ പറഞ്ഞു പറയുന്നത് ഇതാണ് മക്കളെ, നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് നീ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതാണ്. ഇപ്പം നീ കടയിൽ നിൻ്റെ കട, എന്നിട്ട് നിനക്ക് പൈസ ഇല്ല വന്നപ്പോൾ നിൻ്റെ വീട് നീ ജാമ്യം മേടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോൺ എടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ലോൺ കൊടുത്ത് പരിചയമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് തീരെഴുതി തരണം. എന്നിട്ട് നിങ്ങളുടെ കടം തീരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. കടം തീർത്തില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ നിവൃത്തിയില്ലാതെ എത്രയോ പേരാണ് വീട് തീരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട് തീരെ കൊടുത്ത ആൾക്കാർ, കടക്കാർക്ക്, മണി ലെൻഡേഴ്സിന് വീട് തീരെ കൊടുത്ത ആൾക്കാർ, അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന് മറുപടിയൊന്നുമില്ലെന്ന്? ഇതിന് മറുപടിയുണ്ട്. കാര്യം എന്താണ്? നീ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. ലോകത്തിലെ മറുപടി ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും അമ്മ മാതാവ് ശാശ്വതമായ ഒരു സെക്യൂറായിട്ടുള്ള ഒരു മറുപടിയാണ് നിനക്ക് തരാൻ പോണത്. അത് അമ്മയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ മാനുഷികമായ ഒരു മാർഗ്ഗം ഈ കാനായിലെ കല്യാണത്തിൽ ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ പറയും, അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയും. ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും.
അവിടെ ആ വീടിന് അവിടെ വായ്പ അവിടെ ആ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു വരുമ്പോൾ പറയും കടയിൽ പോയി കാശ് കൊടുത്തിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ പറയും. ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഇതെല്ലാം യേശുക്രിസ്തുവിനെ കക്ഷാക്കിക്കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഉടമ്പടിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കൈ അടിച്ച് കിടത്താണ് സ്വലലിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 119:2 വായിച്ചുള്ളൂ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നതും ഏറ്റു പറയുക. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് എത്ര കാലങ്ങൾ ഇങ്ങനെ മാറിയാലും ഇതിനൊന്നും മാറ്റമില്ല. നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് മനസ്സിലാക്കുക. അതായത് റിബി ജോസഫ് ടീച്ചർ അവർ ആലപ്പുഴയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് ഉടനെ ഒരു ഫോൺ വരും. ഞാൻ ഈ സാക്ഷ്യത്തെ ധ്യാനിക്കുകയാണ്. 119:27 അനുസരിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. സാക്ഷ്യത്തെ അവിടുത്തെ അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം. ഒരു ഫോൺ വരും. ഫോൺ വരുമ്പോൾ എന്താ ഒരു കൂട്ടുകാരത്തെ വിളിക്കുകയാണ്. എടി ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതാണ് ഒരു അറിവ്. ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കറിയത്തില്ല. ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നിങ്ങളുടെ ജോലി എത്രയോ സ്ഥലങ്ങളിൽ ഉദിച്ചസ്തമിച്ച് പോകുന്നു. യു ആർ നോട്ട് നോയിങ് ഇറ്റ്. നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നേഴ്സുമാരെ ജോലി തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് വിളിക്കും. ചില നേഴ്സുമാർ വന്നിട്ട് പറയും, അച്ഛാ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് PSC നേഴ്സിങ്ങിന് വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകളെ ദൈവം സംരക്ഷണത്തിൻ്റെ വലയിൽ കൊണ്ടുവരും. അത് മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറയുക, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടെ നിന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചറിന് സംഭവിച്ചത് എന്താണ്? ടീച്ചറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, ഇന്ന സ്കൂളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചറിൻ്റെ മനസ്സുറിനെ വാടും. എന്താ കാര്യം? അതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് അവർ പറയും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. ഇവർ 17 കൊല്ലമായില്ലേ പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഒരു മെറിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അവർക്ക് അതിനുള്ള മെറിറ്റില്ലെന്നാണ് പറയണത്. കാരണം ഞാൻ പണ്ട് പഠിച്ചാൽ എൻ്റെ പഴയ സിലബസാണ്. ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് പഠിച്ചാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റും ജോലി. അവർക്ക് കലിബറുണ്ട്, അത് മെറിറ്റ് എന്നാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു പ്രോബ്ലം, ദൈവത്തിന് ഈ വിഷയം പണ്ടേ അറിയാം. മെറിറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വത്വപ്രതിസന്ധിയാണെന്നറിയാം. ഈ പ്രായം ആൾക്കാരുടെ സ്വത്വപ്രതിസന്ധിയാണ് മെറിറ്റ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. കല്യാണം താമസിക്കണത് എന്തുകൊണ്ടാണ്? കല്യാണം താമസിക്കണത് ചിലപ്പോൾ കെട്ടിച്ചു വിടാൻ പണമില്ലാത്തതുകൊണ്ടാണ്, മെറിറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മെറിറ്റുള്ളവരും മെറിറ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാകാം. യോഗ്യതയുള്ളവരും യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യന്മാർ യോഗ്യത കളഞ്ഞവരുണ്ടാകാം. ചിലപ്പോൾ സ്വാഭാവികമായ യോഗ്യത പോയവരുണ്ടാകാം. ഇവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഒരു ഉദാഹരണം, ചേട്ടനും അനുജനും അവർ കുഴപ്പമൊന്നുമില്ല. അവർ തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ 50-50 കിട്ടിയ ആൾക്കാരാണ്. ചേട്ടനും അനുജനും തറവാട്ടിൽ നിന്ന് ഭാഗവടമ്പടി ചെയ്ത് മാറിയപ്പോൾ അപ്പൻ അവർക്ക് പകുതി കൊടുത്തതാണ്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ പാപ്പരുമായി അനിയൻ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ചേട്ടന് 3 പെൺമക്കളാണ്.
അതിനകത്ത് രണ്ടുപേരും അത്രയും പഠിക്കുന്ന ആൾക്കാരല്ല. അതാണ് വിഷയം. അനിയന് ആ മക്കളാണ്. അവൻ പഠിച്ചില്ലെങ്കിലും കുറച്ച് പഠിച്ചിട്ട് കല്യാണം കഴിച്ച് പോകും. അതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ പെമ്മക്കുള്ള കുടുംബത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തറവാട് ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ആരുണ്ടാക്കിയതാണിത്? ആരും ഉണ്ടാക്കിയതല്ല. ആ കുഞ്ഞുങ്ങൾ പഠിക്കാതെ നിന്ന് വന്നതാണ് അതിൻ്റെ വിഷയം. അപ്പോഴേ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, ഈക്വലായിട്ട് കൊടുത്തതാണ്. ഈക്വലായിട്ട് കൊടുത്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചില ആൾക്കാരെ പുറകിലായി പോകും. ഈ ആയപ്പോയ ആൾക്കാർക്ക് എന്നും പുറകിൽ കിടന്നാൽ മതിയോ? ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പുറകിലായി പോയത്. ചിലപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ മൂത്തവൾ പഠിക്കാതെ വീട്ടിൽ നിന്ന് അപ്പനെ നോക്കിക്കാണും. അതായിരിക്കും സംഭവം. അപ്പന് അസുഖമായി പോയില്ലേ? അവന് 45 വയസ്സായപ്പോൾ അപ്പന് അസുഖമായി. അപ്പോൾ മൂത്തവൾ അപ്പനെ നോക്കാൻ വീട്ടിൽ നിന്ന് അവൾക്ക് പഠിക്കാൻ ഒത്തില്ല. അപ്പോൾ അങ്ങനെ മാനുഷികമായ കാരണങ്ങളാൽ ചില ആൾക്കാർ പുറകിലായി പോകും. അപ്പോൾ പുറകിലായിപ്പോയ ആൾക്കാർ ഇതാണ് വിധിയെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നാൽ ദൈവം അത് ഉദ്ദേശിക്കണില്ല. ദൈവം എന്താണ്? ഈ മെറിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യണത് എന്താ? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മെറിറ്റ് വെച്ചാൽ യോഗ്യത. എൻ്റെ മക്കൾ യോഗ്യത പോയെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ കിടക്കരുത്. ഇപ്പം നമ്മളെ ജ്ഞാനത്തിന് അതായത് നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു വചനമുണ്ടല്ലോ, കലാപിറക്കുന്നവരെ പോലെ. പ്രഭാഷകൻ 33:16-17. ഒന്ന് വായിച്ചോളൂ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. നിങ്ങളൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കേട്ടോ. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഇതാണ് സംഭവം. അപ്പം ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരും. നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. Ephesians 2:8. നിൻ്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ദൈവത്തെ, നിൻ്റെ സാഹചര്യം, നിൻ്റെ ശേഷി, നിൻ്റെ ശേമുഷിക്ക്, നിൻ്റെ മണിപ്പവർ, നിൻ്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്നൊരു സാഹചര്യമാണ്. അത് നീ പൂർണ്ണമായ മനസ്സോടും സർവ്വശക്തിയോടും കൂടിയാണ് നീ അതിൽ ദൈവത്തിൻ്റെ കരം പിടിക്കേണ്ടത്. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്താ? ഇവർ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഫോൺ വരും. അപ്പോൾ അവിടെ മനസ്സിൽ വരണത്, ഞാൻ ഒത്തിരി ഏജ് ആയിപ്പോയല്ലോ, ഇനി കിട്ടുമോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ധൈര്യം വരും. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതെന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആൾക്കാരെല്ലാം ധൈര്യമില്ലാതല്ലേ ഇവിടെ വരണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ധൈര്യം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നമ്മ എബ്രാഹാം എന്ന് പറഞ്ഞ് എടത്വ എന്നൊരു സാക്ഷ്യം ഉണ്ടായി. അന്നമ്മ എബ്രാഹാം എടത്വ. അവരുടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി നേരത്തെ എടുത്തതാണ്. എന്തിനെടുത്തതാണ്? മകളുടെ എന്തോ വിഷയത്തിനും മാരത്താമസം എന്തോ കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തതാണ്. പക്ഷേ ഇവർക്കൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ട് ഇവർ ഹരിപ്പാട് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ബയോപ്സി എടുപ്പിച്ച്. ബയോപ്സി എടുത്തപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ മക്കൾ നിലവിളിച്ച്. ഇവർ നിലവിളിച്ചില്ല. ആ സാക്ഷ്യം കേൾക്കാൻ നിരാശമാണ്. എന്താ കാര്യം? ഇവർ പറഞ്ഞ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും. ഇതാണ് സാധനം. അത് നിങ്ങൾ അന്നമയപ്രാർത്ഥനയുടെ സാക്ഷ്യം കേൾക്കണം. അവർക്ക് ഒരു 10-55 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ അതിന് അവർ ക്യാൻസർ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണ്? എന്നെ അമ്മ സംരക്ഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയില്ലെന്ന് പറയും. അവരുടെ ആദ്യം പറഞ്ഞ വാക്കതാണ്, ഞാൻ ഉടമ്പടി എടുത്താണെന്ന് പറയും. ഇതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ധൈര്യം, എല്ലാവർക്കും ഇത് കിട്ടേണ്ടതാണ്. ചില ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്ന കാരണം അത് അനുഭവവേദ്യമാകത്തില്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ പാക്കേജിൽ ഉള്ളതാണ് ഈ ധൈര്യം. കാര്യം ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് പറയണത് അതാണ്, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും, ഇപ്പോൾ ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ വരും.
അതാണ് സംഭവം. ഈ ധീരതയുടെ അടിസ്ഥാനം എന്താ? ഏത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മാതാവ് വരുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് അതുപോലെ കൃത്യമായിട്ട് പാക്കേജ് നൽകുന്ന ഈ പ്രസൻസ് സെക്യൂർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേറെയില്ല പരിശുദ്ധ കുർബാന അല്ലാതെ. പരിശുദ്ധ കുർബാനയിൽ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളുടെ അജൽട്ടേഴ്സ് പാസ്സാക്കുക, വസ്തു വിൽപ്പന, മകളെ കെട്ടിക്കുക, ഇങ്ങനെയുള്ള സാധാരണ യൂസ് ആൻഡ് ത്രോ സബ്ജക്റ്റ് ഇല്ലേ. 70 കൊല്ലം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ 70 കൊല്ലം ആകുമ്പോൾ കയ്യിൽ നിന്ന് പോകില്ല. നീ ആരാണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞാൽ ശരി, 70-75 കൊല്ലം ആകുമ്പോൾ ഈ സംഭവം കയ്യിൽ നിന്ന് പോകും. ഈ മനുഷ്യന്മാരുടെ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾ എന്തെല്ലാം നേടി ആരെല്ലാമായിട്ടും ഈ ഭൂമിയിൽ ഒരു കഥയുമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്താ കാര്യം? ഈ ഭാരതരത്നം കിട്ടിയിട്ട് പോലും ആ മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ലോകത്തിന് നമുക്ക് തരാൻ കഴിയാവുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ബുദ്ധിയും ബോധമുള്ളവർ മനസ്സിലാക്കണം. ദൈവത്തെ വിറ്റിട്ട് നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം പണയം വെച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇത് നമ്മൾ ഈശോ ചോദിച്ചില്ലേ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ്? അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ ആ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ച് നിലപാടുകളെടുത്ത് നിത്യതയോളം ഉള്ള യാത്രയുണ്ടെന്നുള്ള ബോധത്തിൽ വേണം ഉടമ്പടിക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പെരുമാറാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെറും മെറ്റീരിയലായിട്ട് ഈ വിഷയത്തെ കാണരുത്. മെറ്റീരിയലായിട്ട് ജോലി കിട്ടുക, കാശ് കിട്ടുക, വീട് വെക്കുക, അതിൻ്റെ അപ്പുറത്ത് അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് നിങ്ങൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് വരും. പക്ഷേ എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം എന്താണ്? ദൈവമാണ്. എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം ദൈവമാണ്. അത് നിങ്ങൾക്ക് ഉടമ്പടിയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ട ഒരു വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്ത് അനുഗ്രഹം കിട്ടിയാലും ഏറ്റവും വലിയ അനുഗ്രഹമായി നിന്നെ നേടുവാൻ, നിന്നെ കരുതുവാൻ എനിക്ക് പ്രത്യേക അറിവും ബോധ്യവും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ടീച്ചർ വന്ന് നമ്മൾ റിബി ജോസഫിൻ്റെ സാക്ഷ്യം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിബി ജോസഫ് വന്ന് ഉടമ്പടി എടുത്ത് പോയി. അവർക്ക് ടീച്ചറാകാൻ ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണമെന്നാണ്. പക്ഷേ ഈ കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞ അതേ സ്കൂളിലേക്ക് തന്നെ അവർ ആപ്ലിക്കേഷൻ കൊടുക്കും. അവർ പറഞ്ഞ പോലെ വേറെ ഒന്നും കൊടുത്തില്ല. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് പേടിയാണ്. അവിടെ മെറിറ്റില്ലെന്ന് നോക്കണം. എന്താ കാര്യം? ആപ്ലിക്കേഷൻ ഒത്തിരി പേര് പുതിയ തലമുറയൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് അതെല്ലാം അടിച്ചു പൊടിച്ച് ക്ലാസ് എടുക്കുന്ന പാർട്ടി, എല്ലാം ഇംഗ്ലീഷും സംഭവങ്ങളെല്ലാം ഹിന്ദിയും എല്ലാം നല്ല വഴക്കമുള്ള ആൾക്കാർ, വെടിച്ചിട്ട് പോലെ പറയുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മെറിറ്റ് പോകും അല്ലേ? അപ്പോഴും മെറിറ്റ് പോകും. മെറിറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? ഗ്രേസാണ്. ഇതാണ് ഉടമ്പടിയുടെ സംഭാവന എന്ന് പറയുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8. ഈ ഗ്രേസ് ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ ഗ്രേസ് നിലവാരം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടി എന്താ ചെയ്യണത്? ഈ മെറിറ്റ് നമുക്കിവിടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ദൈവം തന്നതാണ്. പക്ഷേ നിങ്ങളുടെ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ വർക്ക് ചെയ്യേണ്ടത് ഗ്രേസാണ്. ഗ്രേസ് വർക്ക് ചെയ്യാനുള്ള എക്സസൈസുകളാണ് ഉടമ്പടിയിലുള്ളത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അല്ല ചുമ്മാ 65 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയെന്നൊക്കെ ചില വലിയമ്മമാരും സാക്ഷ്യം പറയും. ഞാൻ പറഞ്ഞ ആ റോഡിൽ പോയിരുന്ന് പറയാൻ പറയും. ബുദ്ധിബോധമില്ലാത്ത ആൾക്കാർ ഇത് ചെല്ലണ പ്രാർത്ഥന അല്ലല്ലോ, ഇത് ചെയ്യണതല്ലേ ഉടമ്പടി. ഉടമ്പടി ചെല്ലൽ കുറവല്ലേ, ചെയ്യണതാണ്. ഒരു കൈയും ചെയ്യരുതില്ല. ചുമ്മാ പ്രാർത്ഥനാ പുസ്തകം വെച്ചുകൊണ്ട് 10-600 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കും. ചെല്ലണമല്ലല്ലോ ഇത്. കാര്യം ഇതിൻ്റെ ഈ മെഡിസിൻ്റെ കണ്ടൻറ്റ്, പ്രത്യേക കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? ഉടമ്പടി കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? അത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ, ആകാത്ത സമയം ആക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ഫോർമുല ആണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അമ്മയ്ക്ക് വേണമെങ്കിൽ വായ്പ മേടിപ്പിക്കാമായിരുന്നു വീഞ്ഞ്, അമ്മയ്ക്ക് വേണമെങ്കിൽ വിലക്ക് വാങ്ങിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ അമ്മ ക്രിസ്തുവുമായിട്ട് കൂട്ടിമുട്ടിച്ചത്? അമ്മയുടെ ജോലി അതാണ്. അതായത് അമ്മ എന്തിനാണ് അമ്മയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത് അല്ലേ? പരപിതാവിന് തിരുസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി സ്വീകരിച്ചത് അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വചനം പോലെ നിറവേറട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തിന് വേണ്ടി ആ ടെലികോസ്റ്റ് ഐ വിൽ ബി ദ എവർ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ മേടിക്കണത്. ഏതെല്ലാം കാലത്ത് ഏത് കുരിശിൻ്റെ ചുവട്ട് നിന്നാലും കുഴപ്പമില്ല,
എൻ്റെ മകൻ തുണിയില്ലാതെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനിവിടെ മൃതപ്രായം നോക്കി നിന്നാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടാലും ശരി, ദൈ കിങ്ഡം കം, ദൈ വിൽ ബി ഡൺ എന്ന് പറഞ്ഞ് ഈശോയെപ്പോലെ തന്നെ നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് നിറവേറണം എന്ന് പറഞ്ഞ ഈശോയെപ്പോലെ ഒപ്പം തോളോടെ തോലം ഒരേ സ്വരത്തിൽ ഈശോയോട് ചേർന്ന് പറഞ്ഞ ആളാണ് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് വിച്ച് യു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അപ്പൻ്റെ മനസ്സ് നിറവേറ്റുക മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഔദ്ധ്യമെന്ന്. അതാണ് ഉടമ്പടി. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടാകണം. എന്താണ് അമ്മയുടെ മനസ്സെന്ന് പറയുന്നത്? അപ്പ നിൻ്റെ തിരുമനസ്സ് നിറവേറാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, സകലമെങ്കിൽ സകലം കർത്താവിൻ്റെ വചനം മറ്റു വ്യക്തികളിൽ എത്തിക്കണം. അതുപോലെ തന്നെ സമർപ്പണമെങ്കിൽ സമർപ്പണം, ഞാൻ തന്നെ സുവിശേഷമാകണം, ഞാൻ തന്നെ സുവിശേഷം ഏകണം. യേശുക്രിസ്തു അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ സുവിശേഷമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവിനോട് ചേർന്ന് കൊണ്ടൊരു മരിയൻ മിഷൻ അങ്ങ് തുടങ്ങുമ്പോൾ ഉടമ്പടി എന്താണെന്നറിയും, ദൈവം എന്താണെന്നറിയും, നിന്നെ തന്നെ ദൈവത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. എൻ്റെ ദൈവം ഓരോ വചനവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ്, നിങ്ങളുടെ മെറിറ്റ് കുറയുമ്പോൾ, നിങ്ങളുടെ യോഗ്യത കുറയുമ്പോൾ, നിങ്ങളുടെ കൃപയുടെ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ദൈവം കരുതിക്കൂട്ടി ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഇതിനെ പഠിക്കണം. ഉടമ്പടി പഠിക്കേണ്ടത്, കവനൻ്റ് പഠിക്കേണ്ടത് കണ്ടൻറ്റ് വൈസാണ്. എന്തുകൊണ്ട് കൃപാസനം പത്രം നിങ്ങൾ വിതരണം ചെയ്യണം? എന്താണ്? എന്നെ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും വിശ്വാസം പ്രസംഗിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പാടാണെങ്കിൽ നമ്മൾ പ്രസംഗം അവർക്ക് എഴുതിയ പ്രസംഗം കൊടുക്കും. കൃപാസനം പത്രം എഴുതിയ പ്രസംഗങ്ങളാണ്. കർത്താവ് ഇതുപോലെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ വല്ലതും പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കർത്താവിനോട് ആലോചന ചെയ്യും, പ്രാർത്ഥിക്കും, ചില വചനത്തെക്കുറിച്ച് പഠിക്കും, പിന്നെ ഇവിടെ വന്ന് നിൽക്കും, ബാക്കി കർത്താവ് പറയും. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കൃപാസന പത്രത്തിലുള്ളത്. അതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് പറയണം? കർത്താവേ, എന്നെ അറിയാൻ എനിക്ക് പ്രസംഗിക്കാൻ ചാതുര്യമില്ല, പക്ഷേ പൗലോസ് അപ്പോസ്തലനെ പോലെ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കാൻ ചാതുര്യമില്ലായിരുന്നു. അപ്പോൾ നമുക്കത് ചാതുര്യക്കുറവ് ഒരു കുഴപ്പമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എഴുതും. നിങ്ങൾക്ക് എഴുതാനും പറ്റത്തില്ലെങ്കിൽ എഴുതിയ സാധനം നിങ്ങൾക്ക് കയ്യിൽ തരും. ഉടമ്പടിയുടെ എന്താണ് ഉടമ്പടി, എന്താണ് ഈശോ, ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എത്ര പേർക്ക് എന്തെല്ലാം സംഭവിച്ചു ഈ മാസം. 120 പേർക്കാണ് സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ 120 ഉണ്ട്. നമുക്കിവിടെ ഒരു ദിവസം തന്നെ 25 സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോൾ 250 സാക്ഷ്യം ഉറപ്പായിട്ടുണ്ട്. 250 സാക്ഷ്യങ്ങൾ മിക്കവാറും ഇടുന്ന 60 സാക്ഷ്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടത്തുള്ളൂ. കാര്യം എന്താ, അത്ര സ്ഥലം യൂട്യൂബിൽ അത്ര സമയമുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ പ്രാർത്ഥനയിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയാണ് ചെയ്യണം എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആദ്യം വേണ്ട ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷ വേല ചെയ്യും, പ്രാർത്ഥിച്ച് പത്രങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ സൽപ്രവൃത്തികളും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, നഗ്നനെ ഉടുപ്പിക്കുക. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ ഈശോ പറയണില്ല. അത് ഈശോയെ തന്നെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട്, ഇല്ലായ്മക്കാരെ ഈശോയെക്കായി കണ്ടുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർക്ക് ചെയ്യണത്. ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞില്ലേ, ആരാണ്ടെൻ്റെ ഗ്രേസാണ് മുകളിൽ നിന്ന് കെട്ടിയെടുത്ത് വരുമെന്നാണ് വിചാരിക്കണത്. അതല്ല, നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഫെസ്യസ് 2:8 പറയുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് ഒരു മിനിമം യോഗ്യത വേണം. കാര്യം മാലാഖ മറിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? മറിയം, നീ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്താത്ത കാലമാടന്മാരും ഉണ്ട്. സക്കറിയാടുത്ത് പോയപ്പോൾ ഇത് പറയാൻ പറ്റണില്ലേ? സക്കറിയൊക്കെ പറയാൻ പറ്റണില്ല. അതേ കാക്ക് അക്സെപ്റ്റിവിറ്റി കുറവാണ്. സക്കറിയ യോഹന്നാൻ മാന്താനയുടെ അപ്പനാണ്, പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ദൈവതിരുസന്നിധിയിൽ റിസെപ്റ്റിവിറ്റി കുറവാണ്. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയണത്? നീ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കാര്യം ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ ഫോർമാറ്റ് നീ കറക്റ്റ് ചെയ്തിരിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ചെയ്തിരിക്കുന്ന കാര്യമാണത്. പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കുകയും. അത് മറിയം പറയുന്ന സ്വസ്ത്രഗീതം പോലും സാമുവേലിൻ്റെ അമ്മ പറഞ്ഞ സ്വസ്ത്രഗീതമാണ്. കാര്യം മറിയം നന്നായി അമ്മ വചനം വായിച്ച് ധ്യാനിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ സ്വസ്ത്രഗീതം പോലെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അന്നമ്മയുടെ സ്വസ്ത്രഗീതമാണ്. ആരുടെ? സാമുവേലിൻ്റെ അമ്മയില്ലേ, എൽക്കാനയുടെ പത്നി, അവരുടെ സ്വസ്ത്രഗീതമാണ്. കുറേ വാക്കുകളാണ് അമ്മ സ്വസ്ത്രഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, വിശുദ്ധ ഗ്രന്ഥം അറിയാം. അപ്പോൾ അമ്മ അത് പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അമ്മ വചനമായി ജീവിക്കുമ്പോഴാണ് അമ്മ വചനത്തിലാണ് മറുപടി പറയണം. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വചനത്തിൻ്റെ ദാസി എന്നാണ്.
ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ദാസ്യം എന്നാണെങ്കിൽ വചനം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാണ്. കാര്യം നമ്മൾ വചന കൂടാരത്തിൽ വചനത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ഇരിക്കണത് എന്താണ്? വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്ന വചനമാണ്. അപ്പോഴേ ഈ വചനത്തിന്, ആ വചനം നിറവേറ്റാൻ ഞാൻ എന്ത് ദാസ്യപ്പണിക്കും തയ്യാറാണെന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വചനം നിറവേറ്റാനേ. ഇപ്പോൾ പാക ഉടമ്പടി നടന്ന് ഒരു തല്ലും പൊട്ടിക്കലും തന്തയ്ക്ക് വിളിക്കലും തന്ത ഇരുത്തിക്കൊണ്ടൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 5 സെൻറ്റ് കൂടുതൽ കിട്ടും. വീടുകളൊക്കെ നടക്കാണ്ടല്ലേ? മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടത്തുമില്ല. കാര്യം നമ്മളെന്താ ചില ആൾക്കാർ പറയത്തത്, നിൻ്റെ വായി കൂവലാണോ എന്ന് ചോദിക്കും. അതല്ല, എനിക്ക് പറയാനറിയാം, പക്ഷെ അവർ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അവർ സമാധാനം പാലിക്കുക. കർത്താവിൻ്റെ വചനം സമാധാനം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് അവരവിടെ സമാധാനം പാലിക്കുന്നത്. പക്ഷെ അവർക്ക് നഷ്ടമാണ്. മുട്ടാളന്മാരും കൈക്കൊള്ളൊരു കാര്യക്കാരും പകുതിയും കൊണ്ട് പോകും. ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം വരും, തീർച്ചയായിട്ടും വരും. അതെന്തുകൊണ്ടാണ്? ഈ വചനത്തിന് ദാസിയായി സമാധാനം സ്ഥാപിക്കാനുള്ളത് ഒരു സുവിശേഷ സാക്ഷ്യമാണ്. അതിന് രക്തസാക്ഷിയായ ശവശാസ്ത്രവല്ല മരത്തിൽ തൂക്കണമെന്നൊരു കാര്യമില്ല. ഒരു കുടുംബത്തിൽ സകല സാഹചര്യങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഉടമ്പടി വിജയിച്ച്. കാര്യം എന്താണെന്ന് പറയുക, അതും സുവിശേഷമാകുകയാണ്. നമ്മൾ സുവിശേഷമാകുന്ന ആൾക്കാർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടിയാണ് അച്ഛൻ പറഞ്ഞത്, നിൻ്റെ ഗ്രേസ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നീയും അമ്മയെപ്പോലെ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തും. ദൈവതിരുസന്നിധി നിൻ്റെ IELTS വിജയം കണ്ടെത്തുക. ദൈവതിരുസന്നിധി നിന്നെ വസ്തു വിൽക്കാനുള്ള പോംവഴി കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള ചെറുക്കനെ കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള പെണ്ണിനെ കണ്ടെത്തുക. ഇതൊക്കെ എന്തെല്ലാം കണ്ടെത്തിയാലും 70 കൊല്ലം കഴിയുമ്പോൾ കണ്ടെത്തിയ ആൾക്കാരെ പേരെ കാണാതെയും. എല്ലാം കണ്ടെത്താം, പക്ഷേ കണ്ടെത്തിയ ആൾക്കാരെ കാണാതെയാവും. നമുക്കറിയാമല്ലോ. പക്ഷേ ദൈവതിരുസന്നിധി കൃപയാണ് കണ്ടെത്തണമെങ്കിൽ അന്ത്യകാലം വരെ നിൽക്കും. നമ്മൾ 11:19 വായിക്കത്തില്ലേ? 11:19 വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിച്ച മക്കളെ. വെളിപാടിൻ്റെ പുസ്തകം 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ഞാൻ അതിന്റെ അടുത്ത വരി വായിച്ചേ. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. അടുത്ത വായിച്ചേ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. അതാണ് വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം കാണായി എന്ന് പറയുമ്പോൾ ആ വാഗ്ദാന പേടകം ആരാണെന്ന് പറയുന്നുണ്ട്. ആരാണത്? ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. ആ ഗർഭത്തിൽ ആരാണുള്ളത്? യേശു ക്രിസ്തു. അപ്പോൾ അവൾ ആരായിരിക്കും? അമ്മ. കൈ ഇടിച്ച് സകദാസുകളെ ക്ഷണിക്കുന്ന അവരുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പൊ ദൈവത്തിരുസന്നിധി കൃപ കണ്ടെത്തുന്നവരെ 70 കൊല്ലത്തേക്കല്ല കണ്ടെത്തണത്. മനസ്സിലായ? ദൈവതിരുസന്നിധി നീ പരീക്ഷയുടെ വിജയം കണ്ടെത്തിയാൽ 70 കൊല്ലം കഴിയുമ്പോൾ തീരും. ദൈവതിരുസന്നിധി നിൻ്റെ വസ്തു വിൽക്കണ ഒരാവശ്യം കണ്ടെത്തിയാൽ ആ വസ്തുവിൻ്റെ കാലം കഴിയുമ്പോൾ അത് തീരും. ദൈവതിരുസന്നിധി നീ ചെറുക്കനെ കണ്ടെത്തിയാലും നീ നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാലും എല്ലാം 100 കൊല്ലം കൊണ്ട് തീരും. ദൈവതിരുസന്നിധി നീ കൃപ കണ്ടെത്തിയാൽ അന്ത്യം വരെ, അവസാന കാലം വരെ, നിത്യത വരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിൻ്റെ സാന്നിധ്യം ദൈവതിരുസന്നിധി ഉണ്ടാകും. ദൈവവേദലേ, ഇത് കൃപയുടെ ഒരു എക്സ്റ്റൻഷൻ. കൃപ കണ്ടെത്തണം. നിൻ്റെ മെറിറ്റ് കുറഞ്ഞു പോയാൽ, അപ്പോൾ അതല്ലേ റബി ടീച്ചർ സംഭവിക്കണത്. അവിടെ മെറിറ്റ് കുറഞ്ഞു പോയി. പക്ഷേ അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യണം. മത്സരത്തിൽ റബി ടീച്ചർ ജയിക്കും, ഇൻ്റർവ്യൂ ജയിക്കും. മാനേജർ പറഞ്ഞ് ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കാര്യമുണ്ട് കേട്ടക്ക് പാസ്സാകണമെന്ന് പറയും. ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കേട്ടക്ക്. അപ്പോഴും ഇവർ വിറക്കും. എന്താ കാര്യം? കേട്ടക്ക് പുതിയ പരിപാടിയാണ് അല്ലേ? അത് കുഞ്ഞുങ്ങളുമായിട്ട് പഠിച്ചാൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഠിച്ചാൽ അവരൊരിക്കലും രക്ഷപ്പെടത്തില്ല.
അപ്പോഴും മാതാവിനോട് പറയും എന്താണ് അവിടെയും ഉടമ്പടി വർക്ക് ചെയ്യും. എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 150 ചോദ്യങ്ങളാണ് കേട്ടക്കിന് വരണത്. 150 ചോദ്യങ്ങൾ. ടീച്ചറിൻ്റെ കൈയും കാലും പറിച്ച് കണ്ണൊക്കെ ചിമ്മി, കണ്ണ് കാണാൻ പറ്റില്ല, തലക്കിറക്കാൻ പറ്റില്ല, എന്തൊക്കെ ആ 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ. 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ 150 ചോദ്യത്തിൽ. കാര്യം 17 കൊല്ലം പഠിച്ചിറങ്ങിയിട്ട്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ അടുത്തൊക്കെ ടീച്ചർ ഈ ഉടമ്പടി കാശിലും കൊണ്ടു വെക്കും. കേട്ടക്ക് പരിചയമാണ്. ഉടമ്പടി 150 ചോദ്യത്തിൻ്റെ പിന്നിലും കൊണ്ടുപോയി ഉടമ്പടി കാശിൽ വെക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബ്ലിങ്ക് ചെയ്യും. അതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും. ആരാണ്? മാതാവ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചില ഉത്തരങ്ങൾ ബ്ലിങ്ക് ചെയ്യിക്കുകയാണ്. അത് ഭയങ്കര രസമാണ് ടീച്ചർ പറഞ്ഞ് കേൾക്കാൻ. അത് അവർക്കറിയത്തില്ല. അവർക്ക് 8 എണ്ണമേ അറിയാൻ പാടുള്ളൂ. 150 ചോദ്യങ്ങളുണ്ട്. അവർ 94 എണ്ണത്തിന് റെഫർ ചെയ്ത് ഈ 94 ഉത്തരം അവർ പറഞ്ഞു എനിക്ക് സത്യമായിട്ട് 8 ഉത്തരവേ അറിയാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അമ്മ എഴുതി തന്നതാണെന്നാണ്. കൈയടിച്ച് കർത്താവിനെ അവരുടെ സർക്കാർ ജോലിയായി നോക്കിയ ഒരു സ്റ്റോറി വന്ന കാര്യമില്ലേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു സംഭവം. ഇവിടെ കമ്പ്, സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിൻ്റെ കമ്പ് പണ്ടേ കരിഞ്ഞു പോയതാണ്. പക്ഷെ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ കൂടാരത്തിലേക്ക് വരികയാണത്. അഹ്റോൻ്റെ കമ്പ് ഈ അവധാന പീഠത്തിലിരിക്കുന്ന ഒരു ഐറ്റം എന്താണെന്ന് അറിയാം. ഒരു ഐറ്റം വചനമാണ്. ഒരൈറ്റം എന്താണ്? അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് കൂടാരത്തിൽ വെച്ചതാണ്. എന്നിട്ടത് പിറ്റേ ദിവസം മോസസ് ഇവിടുന്ന് നോക്കുമ്പോൾ അത് ബദാം കായ്ച്ച് കിടക്കും. നിൻ്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയതോ ഔട്ട് ഓഫ് ഡേറ്റ് ആയതോ നീ വെറുത്തം വെച്ച് പോയതോ എല്ലാം ഉടമ്പടിയിൽ മാതാവ് ടേക്കപ്പ് ചെയ്യും. അത് സംഖ്യാപുസ്തകത്തിലാണുള്ളത്. സംഖ്യ അല്ലേ? സംഖ്യ ഒന്ന് വായിച്ചോളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ യേശുവേ സ്തോത്രം ഹല്ലേലൂയ. സംഖ്യ 17:8 ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സംഖ്യ 17:8. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അതാണ് റീബി ടീച്ചറിൻ്റെ സാക്ഷ്യത്തിൻ്റെ സംഗ്രഹം. അവരുടെ ഒരു വരണ്ട വടിയായിരുന്നു. 17 കൊല്ലം ഒന്നും ചെയ്യാതെ പോയ അത് ആ വിഷയം ഉപേക്ഷിച്ചതാണ്. പക്ഷെ ഉടമ്പടി വെക്കുമ്പോഴത് ഈ അഹറോൻ്റെ പടി പോലെ പൂത്ത് തളർത്ത് നിൽക്കും. മനുഷ്യനെ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ദൈവം പ്രത്യാശ കൊടുക്കും. അത് ഈ വാഗ്ദാന പേടകത്തിൽ മോശയോട് ദൈവം പറഞ്ഞ് ഈ അഹ്റോൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചത് എടുത്തിരുന്ന് വെക്കാൻ പറഞ്ഞ്. ഇത് പിന്നീട് 11:9 ഹെബ്രായ ലേഖനം വായിച്ചവനെ 9:4. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും സ്വർണ്ണ വാഗ്ദാന പേടകത്തിലുള്ള ഐറ്റമാണ് ഈ പറയണത്. മന്ന വെച്ച സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. നിങ്ങൾ ഉടമ്പടി ഫലകങ്ങൾ ഇതിലല്ലേ സൂക്ഷിക്കണത്? അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഫലകങ്ങൾ എന്ന് പറഞ്ഞ വചനമാണ് മോസസിന് കൊടുത്തത്. പിന്നെ അഹ്റോൻ്റെ തളർത്ത വടി പ്രത്യാശ. പിന്നെ എന്താണ്? വാഗ്ദാന പേടകത്തിൽ സ്വർണ്ണക്കലശത്തിൽ മന്നാപ്പം. കാര്യം ജനം ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശത്ത് ദൈവം ഭക്ഷണം കൊടുത്തതിൻ്റെ കാര്യം. അതായത് ഇതെല്ലാം ഒരു സാധ്യത മങ്ങുമ്പോൾ ജോലി, വീട്, വിവാഹം, ജീവിതം, യാത്ര എല്ലാത്തിനും മനുഷികമായ മെറിറ്റുകൾ കുറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ അടയാളങ്ങളാണ് അഹ്റോൻ്റെ തളർത്ത വടിയും മന്നാപ്പവും. അതുപോലെ തന്നെ അതിനെ നിവൃത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വചനവും. അപ്പോൾ അവൻ പറയണത് പോലെ ചെയ്യാവുന്നല്ലേ നമ്മൾ പറയണത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ. അപ്പോഴിതുപോലെ നിൻ്റെ പ്രത്യാശ കരിഞ്ഞ വടികളെല്ലാം തളർക്കും. നീ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് നിനക്ക് ആഹാരം കിട്ടും, വഴി കിട്ടും, ജോലി കിട്ടും. ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതിനാണ് വാഗ്ദാന പേടകം എന്ന് പറയണത്. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ്. യേശു വാഗ്ദാന പേടകമാണ്. പക്ഷേ മരിയൻ ഉടമ്പടി വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പുനഃക്രമീകരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിത്യസമർപ്പണമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മരിയൻ ഉടമ്പടിയുടെ ആത്മാവും അന്തസത്തയും അറിഞ്ഞുകൊണ്ട് അത് നിലവിൽ വരുത്തുവാനും ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് എല്ലാ മേഖലകളിലും സംരഭ്യമാക്കുവാനും എന്നെ ലൂക്കാ 1:30 അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ എനിക്കും
എനിക്കും ദൈവതിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തില് കൃപ കണ്ടെത്തുവാൻ കൃപയുടെ അവസാനം നിത്യതയിലെ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. മുട്ടേ നിന്ന് ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ